Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യചരിത്രത്തിൻ്റെ എല്ലാ യുഗങ്ങളിലും ദൈവം തൻ്റെ ജനത്തെ നയിച്ചിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ യാദൃശ്ചികതയ്ക്കോ ആകസ്മികതയ്ക്കോ സ്ഥാനമില്ല. ദൈവം വിളിക്കുന്നു, മനുഷ്യൻ പ്രതികരിക്കുന്നു. അങ്ങനെ രക്ഷയുടെ ചരിത്രം മുന്നോട്ടു നീങ്ങുന്നു. സ്ലീഹാകാലം 6-ാം ഞായറാഴ്ചയിലെ വചനഭാഗങ്ങൾ ഈ ദൈവവിളിയുടെ അദ്ഭുത രഹസ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഈ വായനകളെ ഒന്നിപ്പിക്കുന്ന കേന്ദ്ര വിഷയം വിളി എന്നതാണ്. ദൈവം വിളിക്കുന്നു, ദൈവം വിശുദ്ധീകരിക്കുന്നു, ദൈവം അയക്കുന്നു. മനുഷ്യൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാ ദൗത്യങ്ങളുടെയും അടിസ്ഥാനം. ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം ഇസ്രായേൽ ജനതയുടെ ആരാധനാ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷത്തെ വിവരിക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ അഹറോനും പുത്രന്മാരും പുരോഹിത ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യപ്പെടുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം സീനായി ഉടമ്പടിക്ക് ശേഷമുള്ള ആരാധനാ സംവിധാനത്തിൻ്റെ രൂപീകരണമാണ്. അഭിഷേകം വെറും ഔപചാരികമായ ചടങ്ങല്ല, അത് ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ്. എണ്ണയൊഴിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രതീകമാണ്. പുരോഹിതൻ തൻ്റെ സ്വന്തമല്ല, അവൻ ദൈവത്തിൻ്റെതാണ്. അവൻ്റെ ജീവിതം സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു അടിസ്ഥാന സത്യം വെളിപ്പെടുന്നു. വിളി മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്ന സ്ഥാനമല്ല, ദൈവം നൽകുന്ന ദാനമാണ്. ഇന്നത്തെ സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും ഇതേ ദൗത്യം ബാധകമാണ്. ദൈവവിളി, സന്യാസവിളി, കുടുംബവിളി, ആത്മായ ദൗത്യം എല്ലാം ദൈവത്തിൽ നിന്നുള്ള കൃപാദാനങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായം പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ വിളിക്കഥകളിലൊന്നാണ്. രാജാവായ ഉസിയായുടെ മരണശേഷമുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ കാലത്താണ് ഈ അനുഭവം. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യെശയ്യാ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് സെറാഫുകൾ പാടുമ്പോൾ സ്വന്തം അശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം യെശയ്യായിൽ ഉണരുന്നു. ദൈവസാന്നിധ്യത്തിൽ മനുഷ്യൻ തൻ്റെ നിസാരത തിരിച്ചറിയുന്നു. എന്നാൽ ദൈവം അവനെ നിരാകരിക്കുന്നില്ല. അഗ്നിക്കനൽ അവൻ്റെ അധരങ്ങളെ സ്പർശിച്ച് ശുദ്ധീകരിക്കുന്നു. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ചോദ്യം ഉയരുന്നത്, ആരെയാണ് ഞാൻ അയക്കേണ്ടത്? അപ്പോൾ യെശയ്യാ ചരിത്രപ്രസിദ്ധമായ മറുപടി നൽകുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. എല്ലാ യഥാർത്ഥ വിളികളുടെയും മാതൃകയാണിത്. ആദ്യം ദൈവാനുഭവം, തുടർന്ന് ആത്മശുദ്ധീകരണം, പിന്നെ ദൗത്യ സ്വീകരണം. വിളി എന്നത് ഒരു തൊഴിൽ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ലോകം ബലഹീനരെന്ന് കരുതുന്നവരെയാണ്. കൊരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഒരു അദ്ഭുത സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊരിന്തിലെ സഭാംഗങ്ങളിൽ പലരും സാമൂഹികമായി ശക്തരോ വിദ്യാഭ്യാസപരമായി പ്രമുഖരോ ആയിരുന്നില്ല. എന്നിട്ടും ദൈവം അവരെ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ലോകത്തിന് ഭോഷത്വമെന്ന് കരുതപ്പെടുന്നതിനെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തരെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൻ്റെ ബലഹീനതയെ ദൈവം തിരഞ്ഞെടുത്തു. ഇതാണ് സുവിശേഷത്തിൻ്റെ വിപ്ലവകരമായ സന്ദേശം. ദൈവം മനുഷ്യൻ്റെ കഴിവുകൾ മാത്രം നോക്കുന്നില്ല, അവൻ്റെ ഹൃദയം നോക്കുന്നു. സഭാചരിത്രം ഈ സത്യത്തിൻ്റെ തെളിവുകളാൽ സമ്പന്നമാണ്. മത്സ്യത്തൊഴിലാളികളായ അപ്പസ്തോലന്മാർ, നിരക്ഷരരായ വിശുദ്ധർ, ദരിദ്രരായ സന്യാസിമാർ, ഇവരിലൂടെ ലോകത്തെ മാറ്റിമറിച്ചത് ദൈവകൃപയാണ്. അതുകൊണ്ട് ഒരു യുവാവോ യുവതിയോ ഞാൻ യോഗ്യനല്ല എന്ന് കരുതി ദൈവവിളിയെ ഭയക്കേണ്ടതില്ല. ദൈവം വിളിക്കുന്നവനെ ദൈവം തന്നെ രൂപപ്പെടുത്തുകയും
ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയുടെ ഹൃദയം കരുണയാൽ നിറയുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ യേശു പറയുന്നു, വിളവ് വളരെ, വേലക്കാരോ കുറവ്. അതിനാൽ വിളവിൻ്റെ നാഥനോട് തൻ്റെ വയലിലേക്ക് വേലക്കാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ വചനങ്ങൾ ഇന്നും അതേ ശക്തിയോടെ സഭയോട് സംസാരിക്കുന്നു. ലോകം സാങ്കേതികമായി വളർന്നെങ്കിലും ആത്മീയ ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിനും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി മനുഷ്യഹൃദയം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സഭയ്ക്ക് വിശുദ്ധരും സമർപ്പിതരുമായ വൈദികരെയും സന്യാസികളെയും അൽമായ മിഷണറിമാരെയും ആവശ്യമാണ്. യേശു ആദ്യം ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയാണ്. വിളികൾ വളരുന്നത് പ്രാർത്ഥനയുടെ മണ്ണിലാണ്. കുടുംബ പ്രാർത്ഥനകൾ, ദിവ്യബലി, ആരാധന, ജപമാല ഇവയൊക്കെയാണ് ദൈവവിളിയുടെ തോട്ടങ്ങൾ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ സുവിശേഷ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, വിളവിൻ്റെ സമൃദ്ധി ജനങ്ങളുടെ ആത്മാക്കളാണ്. വേലക്കാർ ദൈവവചനം പ്രസംഗിക്കുന്നവരാണ്. സഭയുടെ ശുശ്രൂഷകർ ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന ആത്മീയ കർഷകരാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പുരോഹിത വിളിയെ ആത്മാക്കളുടെ ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വന്തം ജീവിതം വിശുദ്ധമാക്കാതെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നത്, ദൈവം നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ചു, പക്ഷേ നമ്മുടെ സഹകരണമില്ലാതെ നമ്മെ രക്ഷിക്കുകയില്ല എന്നാണ്. ദൈവവിളിയോടുള്ള മനുഷ്യൻ്റെ സ്വതന്ത്ര പ്രതികരണത്തിൻ്റെ പ്രാധാന്യം ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപന മാർഗരേഖ ലൂമൻ ജെൻസിയം സഭയിലെ എല്ലാ അംഗങ്ങളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധി വൈദികരുടെയും സന്യാസികളുടെയും മാത്രം പ്രത്യേക അവകാശമല്ല, എല്ലാ വിശ്വാസികളുടെയും പൊതുവിളിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മറ്റൊരു ഔദ്യോഗിക മാർഗരേഖയായ ഒപ്താത്തും തോസിയൂസ് വൈദിക രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവവിളി തിരിച്ചറിയാനും പരിപോഷിപ്പിക്കാനും മുഴുവൻ സഭാസമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ സിനഡിന് ശേഷമുള്ള അപ്പസ്തോലിക പ്രബോധനം പാസ്തോറസ് ദാബോ വോബിസ് ആധുനിക ലോകത്തിലെ വൈദിക വിളിയുടെ മഹത്വവും ആവശ്യകതയും ശക്തമായി അവതരിപ്പിക്കുന്നു. വൈദികൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ ലോകത്തിന് ദൃശ്യമാക്കുന്ന സാദൃശ്യമാണെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ചരിത്രം മിഷൻ തീഷ്ണതയുടെ ചരിത്രമാണ്. കുടുംബങ്ങളായിരുന്നു ഈ സഭയിലെ ആദ്യ സെമിനാരികൾ. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും വിശ്വാസ സാക്ഷ്യങ്ങളും അനേകം വൈദിക സന്യാസ വിളികൾക്ക് കാരണമായി. ഇന്ന് നമ്മുടെ സമൂഹം പുതിയ വെല്ലുവിളികൾ നേരിടുന്നു. ഭൗതിക സമ്പത്തും വ്യക്തിഗത വിജയവും പ്രധാനമാകുന്ന കാലഘട്ടത്തിൽ സമർപ്പണ ജീവിതത്തിൻ്റെ മൂല്യം ചിലപ്പോൾ മറന്നുപോകുന്നു. എന്നാൽ സഭയുടെ ഭാവി ദൈവവിളികൾക്കുദാരമായി പ്രതികരിക്കുന്ന യുവജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ കുടുംബവും സ്വയം ചോദിക്കണം, ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വൈദികനെയോ സന്യാസിനിയെയോ വിളിച്ചാൽ നാം സന്തോഷത്തോടെ സമ്മതിക്കുമോ? ഈ ഞായറാഴ്ചയിലെ വായനകൾ നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവം ഇന്നും വിളിക്കുന്നു. രണ്ടാമതായി, ദൈവം വിളിക്കുന്നവരെ തൻ്റെ കൃപയാൽ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമതായി, ദൈവവിളികൾക്കായി പ്രാർത്ഥിക്കുക ഓരോ വിശ്വാസിയുടെയും കടമയാണ്. സന്ധ്യാസമയത്ത് പാകമായ നെൽപ്പാടങ്ങളിലൂടെ വീശുന്ന കാറ്റ് കർഷകന്റെ ഹൃദയത്തിൽ പ്രത്യാശ ഉണർത്തുന്നതുപോലെ ലോകത്തിൻ്റെ ആത്മീയ വിളവുകളും ദൈവത്തിൻ്റെ കണ്ണുകളിൽ അമൂല്യമാണ്. എന്നാൽ ആ വിളവെടുപ്പിന് വേലക്കാർ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ സന്നദ്ധമായ ഹൃദയങ്ങൾ ആവശ്യമാണ്. അഹ്റോനെ പോലെ ദൈവത്തിനായി മാറ്റിവെക്കപ്പെട്ടവരാകുവാൻ, ഏശയ്യായെപ്പോലെ ഇതാ ഞാൻ എന്ന് പറയുവാൻ, പൗലോസ് പഠിപ്പിച്ചതുപോലെ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ,
യേശുവിൻ്റെ ആഹ്വാനപ്രകാരം വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു സാധാരണ മനുഷ്യ ജീവിതമല്ലാതാകും. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ എഴുതപ്പെടുന്ന ഒരു സുവിശേഷമാകും. ലോകം നമ്മുടെ പേരുകൾ മറന്നാലും പ്രശ്നമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ അതെ എന്ന മറുപടി നിത്യമായും രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. അതിനാൽ ഇന്നും സ്വർഗം ചോദിക്കുന്നു, ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ഭൂമിയിൽ നിന്ന് ഉയരേണ്ട മറുപടി ഇതായിരിക്കട്ടെ, കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.